ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് എൻ്റെ ഫ്രണ്ട് മനോഷിൻ്റെ PhD പബ്ലിക് വൈവയാണ്, അതായത് PhD ബിരുദദാന ചടങ്ങ്. ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, ക്വാണ്ടം സെഞ്ച്വറി എക്സിബിഷൻ്റെ. ആ എക്സിബിഷനിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്ത ഒരു ഫ്രണ്ട് മനോഷ്, ആ മനോഷാണ് ഈ മനോഷ്. അപ്പോൾ ഇതാണ് സാറ്, ടൈറ്റസ് സാറ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ശരത്തും മനോഷും ഒരുമിച്ചാണ് PhD ചെയ്തുകൊണ്ടിരുന്നത് സാറിൻ്റെ കീഴിൽ. ഇത് മനോഷിൻ്റെ അമ്മയാണ്. അപ്പോൾ അമ്മയുമായിട്ട് എനിക്ക് മുന്നേ പരിചയമുണ്ട്. കല്യാണം കഴിഞ്ഞ ആ ഫസ്റ്റ് മാസത്തിൽ നമ്മൾ മനോഷിൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മനോഷിൻ്റെ അമ്മ നമുക്ക് ഒരുപാട് ഫുഡൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് അച്ചാറൊക്കെ തന്നു. അപ്പോൾ അച്ചാറിൻ്റെ കാര്യം നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യുമായിരുന്നു. അപ്പോൾ മനോഷിൻ്റെ ഈ പബ്ലിക് വൈവയുടെ വീഡിയോ ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചു. Professor Dr. Titus K. Matthew. Once again, thank you very much for joining for my appearance. For my thesis, a couple of works have been organized with that. And with the journals, I present my published works. The thesis will be based on the 4 publications that I have and 1 preprint under review. And also for the criteria, I have involved this dark energy test. So to begin, it's better to see this beautiful picture that I got from again from IIT Madras. The idea of cosmology can be traced back to the civilization of mankind, but nevertheless, we will start from Albert Einstein, who came up with the beautiful theory of gravity, which replaced Newtonian gravity with ended faster here, so that major portion of the chapters can be covered. So we go for the separating addition, and we can immediately see that it depends on the number of states as well. Which is actually in the case of Salis and Loki, the formal logarithm, which is so you can second copy, man. I mean, there should be some consistency here. Yeah, the second law could get violated. That is exactly what you see in the phenomenological models when using the kind of holographic dark energy. It can Questions raised in the report, and 2 other examiners also recommended the thesis without any clarifications, without any modifications. Now you can follow up with the title degree you recommend. Absolutely, we can go ahead and give it the degree. I mean, approve it at least. At present, we will receive the degree in due course. Well, congratulations, Dr. Manoj. ഏകദേശം 1.5 മണിക്കൂറോളം നീണ്ടുനിന്ന പ്രസൻറ്റേഷനായിരുന്നു. പക്ഷേ ഒട്ടും ബോറടിക്കാത്ത രീതിയിൽ നല്ല അവതരണമായിരുന്നു. മനോഷിനും ശരത്തിനും US-ഉമായിട്ട് ഒരു കൊളാബറേഷൻ വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു PhDക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഫെർമി ലാബുമായിട്ട്. പക്ഷേ കൊറോണ കാരണം അവിടെ പോകാൻ പറ്റിയില്ല. 3 വർഷം വെയിറ്റ് ചെയ്തതിന് ശേഷം മനസ്സിലായി അവിടെ പോകാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ അവർ രണ്ടുപേരും സബ്ജക്റ്റ് മാറ്റി PhD കംപ്ലീറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ശരത്തിൻ്റെ ആദ്യം PhD കംപ്ലീറ്റ് ആയി, പിന്നെ ഇപ്പം മനോഷിൻ്റെത്. അത് വളരെ സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതാണ് ടൈറ്റസ് സാറ് പറഞ്ഞത്. സോ ഈ ചെറിയ കാലയളവിൽ തന്നെ നല്ല നമ്പർ ഓഫ് പേപ്പേഴ്സ് പബ്ലിഷ് ചെയ്യുകയും അതുപോലെ തന്നെ സിംഗിൾ ഓതർ പേപ്പറൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആൾ ഭയങ്കര പുലിയാണ് കേട്ടോ. കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടാണെങ്കിലും വളരെ നല്ല രീതിയിൽ തന്നെ അവൻ്റെ PhD കംപ്ലീറ്റ് ചെയ്തു. സോ ഹാപ്പി. അപ്പോൾ ഇനി ഫ്യൂച്ചറിലും അവന് നല്ലൊരു കരിയർ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. I just want to say thank you to everyone present here, including my mom, and everyone who supported me throughout this journey. Thank you very much. Thank you all. We will meet for another Viva course very soon. Till then, the meeting is adjourned. Thank you. ഹാപ്പി ആയോ? നല്ലോണം ഹാപ്പി ആയോ?
വൈവ കഴിഞ്ഞതിന് ശേഷം മനോഷിൻ്റെ വക ചെറിയൊരു ലഞ്ച് പാർട്ടി ഉണ്ടായിരുന്നു. സീ പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മൾ വന്നത്. അത് കുസാറ്റിൻ്റെ തൊട്ടടുത്തുള്ള റെസ്റ്റോറൻ്റാണ്. ഇത് നന്ദിത, ഇവരുടെ ലാബ് മേറ്റാണ്. അതായത് മനോഷിൻ്റെയും ശരത്തിൻ്റെയും ഒക്കെ ലാബ് മേറ്റാണ്, ജൂനിയറാണ്. അപ്പോൾ ഇവർക്ക് ഈ വീഡിയോ എടുക്കുന്നത് തീരെ ഇഷ്ടമില്ല. അപ്പോൾ അതിനെന്നെ വഴക്ക് പറയും കേട്ടോ. നല്ല കുട്ടിയാണ്, എൻ്റെ ഫ്രണ്ടാണ്, പാവാട്ടോ. ഇതിൽ കുറച്ച് ആൾക്കാർ മീൽസാണ് വാങ്ങിച്ചത്. പിന്നെ നമ്മൾ എത്ര മെനു വായിച്ചാലും അവസാനം കറങ്ങിത്തിരിഞ്ഞ് നമ്മൾ ബിരിയാണിയല്ലേ പറയും. അപ്പോൾ ഞാനൊരു ചിക്കൻ ബിരിയാണിയാണ് വാങ്ങിച്ചത്. കൊള്ളായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. ലഞ്ച് കഴിച്ചതിന് ശേഷം ഐസ്ക്രീമും ഉണ്ടായിരുന്നു. ഞാൻ 2 ഐസ്ക്രീം കഴിച്ചു. അപ്പോൾ ഇന്നത്തെ ദിവസം വളരെ ഒരു ഹാപ്പി ആയിട്ടുള്ള, ഒരു ബ്ലിസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു. ഇനി ഫ്യൂച്ചറിൽ മനോഷിന് എല്ലാവിധ ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.